Scrolling. Technology has gone on. Good afternoon. Good afternoon, teacher. Regina. കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. 12 ജോയിൻ ചെയ്യണേ ഉള്ളൂ. പിള്ളേര് കുറവായിരുന്നോ? 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുറവായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് ഇപ്പോ റിവിഷനാണ് പറഞ്ഞേക്കുന്നേ. അപ്പോ നമ്മള് ഹിസ്റ്ററിയും ഇൻട്രൊഡക്ഷനും നമ്മൾ ആദ്യം എടുത്തതല്ലേ. അത് പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അത് എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ 2 ചാപ്റ്റർ അധികമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ അതൊന്നുകൂടെ റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 18 ബ്ലഡ് ബാങ്ക് ആണ് ഇനി നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് മുതൽ നമുക്ക് റിവിഷൻ നോക്കാം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇനിയിപ്പോ എന്താ പറയാ, ഇടയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതിന്റെ അനുസരിച്ച് ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഈ പഠിച്ച ചാപ്റ്ററും കൂടി നമുക്ക് അതിന്റെ ഇടയ്ക്ക് ടൈമിന്റെ അനുസരിച്ച് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ചൊക്കെ നിങ്ങൾ എന്താ പറയാ ക്ലാസ്സിൽ തന്നെ നോട്ട്സ് ആയിട്ട് തന്നെ എഴുതിയെടുത്തിട്ടുണ്ടാവും അല്ലെ, കുറെ ഇതൊക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പൊ ഇതിനകത്തുനിന്ന് വരുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വേണ്ടി വരുന്നത്, അപ്പൊ അതുമായിട്ട് വന്ന ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇതിനോടൊപ്പം പറഞ്ഞു പോകാം. അപ്പൊ അതിനൊപ്പം തന്നെ ഒന്നുകൂടി നമുക്ക് പഠിച്ചേക്കുന്ന ആൻസേഴ്സ് ഒക്കെ ഒന്നുകൂടെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അത് ഒന്നുകൂടി ചെക്ക് ചെയ്തും ഇതിന്റെ ഒപ്പം പോകാം. അപ്പൊ ഫസ്റ്റ് നമ്മള് ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ ഇൻട്രൊഡക്ഷനിൽ എന്താണ് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് വെച്ചാൽ വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക് അല്ലെ. ബ്ലഡ് ബാങ്ക് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇതിനകത്ത് തന്നേക്കുന്ന ഡെഫിനിഷനും കൂടാതെ ഞാൻ എക്സ്ട്രാ ഒരു ഡെഫിനിഷനും പറഞ്ഞിരുന്നു സിമ്പിൾ ആയിട്ട് അല്ലെ. അപ്പോ നമ്മൾ എന്താണ് വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്ക് എന്ന് ചോദിച്ചാൽ എന്താണ് അതിനൊരു കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ എങ്ങനെ പറയാം നമുക്ക്? Blood bank is a part of hospital. Hospital Laboratory, where we store and do proper testing of blood to avoid the risk of transfusion related problems. അപ്പൊ അത് സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത് അല്ലെ. ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി. അതെന്തായാലും വേണം, ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണിത്. പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി വേർ വി സ്റ്റോർ ദ ബ്ലഡ് അല്ലെ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്യുക. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെയും എഴുതാം. വേർ ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ് ടേക്ക് പ്ലേസ് ആൻഡ് വേർ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. അനുയോജ്യമായിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് എന്താണ് ബ്ലഡ് പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ആണെങ്കിലും എഴുതാം, ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി വേർ ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ് ടേക്ക് പ്ലേസ് ആൻഡ് വേർ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. പിന്നെ അതിന്റെ കൂടെ വേണമെങ്കിൽ ഈ ഒരു സെന്റൻസും കൂടി നമുക്ക് ചേർക്കാം. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക്. എന്തൊക്കെ ടാസ്കുകളാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞേ? ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, അവിടെ പ്രോസസിങ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. പറഞ്ഞല്ലോ ബ്ലഡ് ഫുള്ളായിട്ടല്ല അവർ സ്റ്റോർ ചെയ്യുന്ന, ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഒരു മെഷീനിൽ ഇട്ടിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിങ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് അല്ലേ.
അപ്പൊ ഇത് നമുക്ക് വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക്, അപ്പൊ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക് എന്ന്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അത് ഡയറക്റ്റ് അതിലുണ്ടല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ അതിനകത്ത് വല്ല വൺ വേർഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആൻ ആവറേജ് പേഴ്സൺ ക്യാരി എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്നാ പറഞ്ഞേ? 5 liter. 5 liters of blood. അപ്പൊ അവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് എന്ന് ചോദിക്കാം, 5 liters ഓഫ് ബ്ലഡ്. അപ്പൊ അത് രണ്ടുമാണ് അതിൽ വരുന്നത്. നിങ്ങൾക്ക് എക്സാമിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ആണ് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക് എന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞു എത്ര ലിറ്റേഴ്സ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 5 liter ഓഫ് ബ്ലഡ് അല്ലെ? ആ 2 ആൻസർ ആണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണോ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറയുമ്പോ അത് മതിയില്ലേ? വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക്? ഇനി പ്രത്യേകം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുക്കണോ? ഇപ്പൊ ഞാനിത് റിവൈസ് ചെയ്ത് പറയുമ്പോ നിങ്ങൾ അതിന്റെ ഒപ്പം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനല്ലാതെ ഇനി എക്സ്ട്രാ വേറൊരു ക്വസ്റ്റ്യൻസ് വേണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒപ്പം ഞാൻ ക്വസ്റ്റ്യനും പറയാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം ആൻസർ ചെയ്ത് പോകുകയും ചെയ്യാലോ. അപ്പൊ എക്സ്ട്രാ ടൈം ഇനി കളയും വേണ്ട. അപ്പൊ അതിനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ എന്താണ് വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക്, അത് മാത്രം ഒരു നമ്മുടെ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. പിന്നെ ഇത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്, അങ്ങനെ ചോദിക്കാം. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ആ പോയിന്റ്സുകൾ അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തില്ലേ? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാ ചോദിച്ചേ? പേഴ്സൺ ക്യാരി രണ്ടാമത്തെ. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആവറേജ് പേഴ്സൺ ക്യാരി ഓൾമോസ്റ്റ് ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. അത് നിങ്ങളുടെ അതിനകത്ത് തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. 5 liter. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? അപ്പൊ അത് ഇനി ആ പോയിന്റ് പ്രത്യേകം വേണ്ട, നിങ്ങൾക്ക് നോട്ടിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കൊന്നോട് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ് അല്ലെ? എന്താണ് പെട്ടെന്ന്? സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ? പെട്ടെന്ന് നമ്മള് റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡ് എന്ത് ചെയ്യുക, അതിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. അതായത് ഇപ്പൊ ഏതാണ് ആവശ്യം അതിനനുസരിച്ച് പെട്ടെന്ന് ബ്ലഡ് കൊടുക്കുക. സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. അർജന്റ് ആയിട്ട് ബ്ലഡ് ആവശ്യമായിട്ടുള്ളവർക്ക് സ്വിഫ്റ്റ് ആയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുക, അതായത് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങളും ഇതിന്റെ ഒപ്പം പറഞ്ഞു, അപ്പൊ നിങ്ങൾക്കും ആ പോയിന്റ് കിട്ടുമല്ലോ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? ബ്ലഡ് പ്രോഡക്റ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചെക്ക് ചെയ്യുക അല്ലെ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താ റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, അതായത് സ്റ്റോർ ചെയ്യുക. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ സ്റ്റോർ ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് സ്റ്റോർ ചെയ്യുക. അത് ഒറ്റ ഇതായിട്ട് എഴുതിയേക്കണത്. അപ്പൊ ചെക്കിംഗ് അല്ലെങ്കിൽ വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ suitability between the donor and recipient. ഡോണറും ആൻഡ് പേഷ്യന്റ്, അതായത് ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ആ രോഗപ്രതിരോധ നമ്മളെ പ്രതിരോധ ശക്തി അനുയോജ്യമായിട്ടുള്ളതാണോ, അതിന്റെ സ്യൂട്ടബിലിറ്റി നോക്കണം. ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് അല്ലെ? ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത്. റിസീവ് ചെയ്യുന്നത് ആര്? പേഷ്യന്റ് ആണ്. അപ്പൊ അവര് തമ്മിലുള്ള ആ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. പിന്നെ അടുത്ത നോക്കാം. പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞത് എന്താ പറഞ്ഞത്?
ആ ക്ലിനിക്കൽ ചൂസിങ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് നമ്മൾ നോക്കണം, പരിശോധിച്ച ശേഷമുള്ള ആ ക്ലിനിക്കൽ കണ്ടീഷൻ നമ്മൾ നോക്കണം. ഇതാണ് ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ആ ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കുക. ഇതാണ് ചൂസിങ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. പിന്നെ അടുത്തത് 5th പോയിന്റ് ആയിട്ട് വരുന്ന ഏതാ? കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. സേഫ് ആയിട്ട് എന്താണ് ഡെലിവറി നടത്തുക. ബ്ലഡ് കമ്പോണൻസ് നമ്മൾ അത് ഡെലിവറി ചെയ്യുമ്പോൾ എന്താണ് സേഫ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവുക. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്. ഇൻവെന്ററി എന്ന് വെച്ചാൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുക. അതുപോലെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. എത്ര ബ്ലഡ് ഉണ്ട്, എത്ര അവിടെ സ്റ്റോക്ക് ഉണ്ട്, അപ്പൊ ഇനിയിപ്പോ സ്റ്റോക്ക് തീരാറായത് ഏതൊക്കെയാണ്, കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ഏതൊക്കെയാണ്, അപ്പൊ അതിന്റെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശേഖരിക്കുക എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്. ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. പിന്നെ അടുത്താണ് ലാസ്റ്റ് വരുന്ന കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് ബ്ലഡ് കൊടുക്കുന്ന സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് അവരുമായിട്ട് എന്ത് ഉണ്ടായിരിക്കണം? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്നാലേ നമുക്കിപ്പോ പെട്ടെന്ന് ഈ ഗ്രൂപ്പ് ബ്ലഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവരോടുമായിട്ട് ഒരു നല്ലൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരുമായിട്ട് എന്താണ് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇത്രയും പോയിന്റ്സ് ആണ് അതിന്റെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? അതിൽ ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ പോയിന്റ് ഔട്ട് ഇത് തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ലൊക്കേഷൻ ആണ്. അപ്പൊ അവിടെ നിന്ന് എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്? വേർ ഈസ് ദ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്? ഇപ്പൊ ഇനി ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതണോ? ഇനി ഈ ഇതിനകത്ത് നേരെ കാണിക്കുന്ന പോയിന്റ് ഔട്ട് തന്നെ പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. വേർ ഇസ് ദ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്? ഇനി അടുത്ത ലൊക്കേഷൻ നമുക്ക് മൂന്നാമത്തെ. അപ്പൊ നമ്മൾ വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞ വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. പിന്നെ ഡയറക്റ്റ് തന്നേക്കുണ്ട് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പോയിന്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത മൂന്നാമത്തെയാണ് ലൊക്കേഷൻ. അപ്പൊ അവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വേർ ഈസ് ദ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്? വേർ ഈസ് the location of the blood bank? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? Physically should be situated on the ground floor. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇതൊക്കെ പോയിന്റ് ഔട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എക്സാമിന് പഠിക്കാം. രണ്ടാമത്തെ എന്താണ്? വിസിബിലിറ്റി, വിസിബിൾ ആയിരിക്കണം. പിന്നെ അടുത്ത് തേർഡ് പോയിന്റ് ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 3 പോയിന്റും കിട്ടിയോ? മിക്കതും നമ്മൾ പഠിച്ചത് ടിപ്പിക്കലി ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ വിസിബിലിറ്റി, ഈസി വിസിബിലിറ്റി ആയിരിക്കണം. പിന്നെ ഇതുമായിട്ട് ഇതിന്റെ അടുത്തായിരിക്കണം. ഇറ്റ് ഈസ് നിയർ പ്രോക്സിമേറ്റ് വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അത് നമുക്കറിയാം. ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് അടുത്തായിരിക്കണം. 3 പോയിന്റും ലൊക്കേഷനിൽ അങ്ങനെ തന്നെ പഠിക്കാം. പിന്നെ അടുത്ത് വരുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ ഒരു സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം, അല്ലേ? അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് എ വൈഡ് കോറിഡോർസ്. അതുപോലെ തന്നെ ആ കോറിഡോർസ് എന്താ വെയിറ്റ് ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനൊക്കെ വെയിറ്റ് ചെയ്യാൻ ഇരിക്കാവുന്ന രീതിയിൽ നല്ല വീതിയുള്ളത് വൈഡ് ആയിട്ടുള്ള കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് പ്ലേസ് വേണം, അല്ലെ?
എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കർട്ടൈൽ ദ ട്രാഫിക് കൺജക്ഷൻ. ട്രാഫിക്കിന്റെ ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ കോറിഡോർ എങ്ങനെയുള്ളതായിരിക്കണം? വൈഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ആളുകളൊക്കെ വന്ന് തിങ്ങിയിരിക്കുമ്പോൾ അവിടെ നമുക്ക് നടക്കാനുള്ള സ്പേസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കോറിഡോർ ചെറുതാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഡിസ്റ്റിങ്ക്റ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വൈഡ് കോറിഡോർസും ആയിരിക്കണം. അപ്പൊ 4th പോയിന്റ് എളുപ്പമല്ലേ? ഒന്ന് നോക്കിയേ, പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. It will have distinct entry and exit, wide corridors and waiting space. ഇപ്പൊ നിങ്ങൾക്ക് ഈ റിവിഷൻ ആയിട്ട് തരുന്ന ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തെങ്കിലും പഠിക്കാതെ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നോടെ റിവൈസ് ചെയ്യാനും, അതുപോലെ ഇപ്പൊ നമ്മൾ സ്പീഡ് കുറച്ച് എന്താ പറയാ ഓരോ പോയിന്റ് ഔട്ടും ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചും പോകാം കേട്ടോ. അപ്പൊ അതൊന്നോടെ ഒരു ഓർമ്മ, പഠിച്ചതൊക്കെ ഒന്നോടെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും, പഠിക്കാത്തവർക്ക് ഇപ്പൊ ഈ ഒരു സമയം നമുക്ക് പഠിക്കാനുള്ള ടൈമും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചും പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ 2-3 ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് റിവിഷൻ ആയിട്ട് ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാം. അപ്പൊ ആ പഴയ ക്ലാസ് നമ്മൾ തീരെ അല്ലെങ്കിൽ പണ്ട് പഠിച്ചത് മറന്നു എന്നുള്ളൊരു ഇതും വേണ്ട. നമുക്ക് അതിന്റെ ഒപ്പം ഇതുപോലെ ക്വസ്റ്റ്യൻസും പറയാം, അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ടും തരാം. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഒന്നോടെ നിങ്ങൾക്കൊന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. 5th പോയിന്റ് എന്താ പറഞ്ഞേക്കണേ? നമ്മള് പറഞ്ഞേക്കണേ അവിടെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ഇറ്റ് മസ്റ്റ് ബി എ സ്പേഷ്യസ് ത്രൂ മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറവായിരിക്കണം, അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അവിടെ നല്ല വിസ്താരം ഉണ്ടായിരിക്കണം, പക്ഷേ ത്രൂ വിത്ത് എന്താണ് മിനിമം പബ്ലിക് എൻട്രി കുറവായിരിക്കണം. സോ ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാ? ദർ ഈസ് നോ ഇൻഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അപ്പൊ അവിടെ നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ? അത് വിശാലമായതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറവായിരിക്കണം, മിനിമം പബ്ലിക് എൻട്രി പാടുള്ളൂ. സോ ദാറ്റ് ദർ ഈസ് നോ ഇൻഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ കിട്ടി, 5 പോയിന്റും കിട്ടി. ഈസി അല്ലേ? നമുക്ക് എന്താ പറഞ്ഞത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഈസിലി വിസിബിൾ ആയിരിക്കണം. പിന്നെ എന്തിന്റെ അടുത്തൊക്കെ വേണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അടുത്ത് നമ്മൾ എന്താ പറഞ്ഞ? വൈഡ് അല്ലെ, കോറിഡോർസ്. പിന്നെ അടുത്തത് നമ്മൾ എന്താ പറഞ്ഞ? സ്പേഷ്യസ് ആയിരിക്കണം, നല്ല വിശാലമായിട്ടുള്ളതായിരിക്കണം അല്ലെ. പബ്ലിക് എൻട്രി കുറവായിരിക്കണം, പിന്നെ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെയൊക്കെ തടസ്സപ്പെടാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത്. ഓക്കെ, അത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഓർഗാനോഗ്രാം ആണ്. അപ്പൊ അവിടെ ചോദിക്കാം, വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം? ഇത് കോമൺ ആയിട്ടാട്ടോ, ബ്ലഡ് ബാങ്കിൽ നമ്മൾ പറഞ്ഞ ഓർഗാനോഗ്രാം പറഞ്ഞു. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് അങ്ങനെയല്ല ചോദിക്കുന്നത്, വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം? അത് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം കാര്യങ്ങൾ, ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന പലരും തമ്മിലുള്ള പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് ഓർഗാനോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം എന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. A diagram that shows the structure of an organization and a relationship between different people, a department and a job at a different level within that organization. ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളത് അതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചോദിക്കാം, വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം? വാട്ട് ഈസ് ആൻ പറഞ്ഞേമോ? ഡെഫിനിഷൻ വേണോ നിങ്ങക്ക്? ഞാൻ തന്നിട്ടുണ്ടല്ലോ, ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നോട്ട് തന്നിരുന്നു. വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം? ഇനി ആരെങ്കിലും അത് എഴുതാത്തവർ കിട്ടാത്തവരുണ്ടോ ആ ഡെഫിനിഷൻ? ഒന്ന് പറയാം, ഒന്നുകൂടെ പറയാം. A diagram
ഇത് കോമൺ ആയിട്ട് വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം എന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണിത്. അല്ലാതെ ഇന്ന ഇപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല, കോമൺ ആയിട്ടാണ് വാട്ട് ഈസ് ആൻ ഓർഗാനോഗ്രാം. എ ഡയഗ്രാം, ആൻസർ എഴുതിക്കോ. എ ഡയഗ്രാം that shows SHOWS that shows the structure of an organization. ORGANIZATION organization and relationship. RELATIONSHIPS relationship between the different people PEOPLE, comma, department DEPARTMENT department, comma, and department and jobs JOBS at a different levels LEVELS within WITH within ഇതാണ് within that organization organogram. ഓക്കെ, ഇത് ഞാൻ അന്ന് പറഞ്ഞ ഡെഫിനിഷൻ ആണ് ഓർഗാനോഗ്രാം. അപ്പൊ ഇനി നിങ്ങൾ ആ ഓർഗാനോഗ്രാം ആ പിക്ചറിലേക്ക് നോക്കിയേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ഹെഡ് ആരാണ്? ഹെഡ് മെഡിക്കൽ ഡയറക്ടർ. ഈ ബ്ലഡ് ബാങ്കില് നമ്മളോട് ചോദിക്കുകയാണ് ഓർഗാനോഗ്രാമിന്റെ ഹെഡ് ആരാണ്? ഈ ബ്ലഡ് ബാങ്ക് എന്ന് വെച്ചാൽ നമ്മള് ബ്ലഡ് ബാങ്കിലേന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ഓർഗാനോഗ്രാമിലെ ഹെഡ് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ് അല്ലെ ഹെഡ്. പിന്നെ അതിന്റെ താഴെയാണ് HOD. അപ്പൊ ഫുൾ ഫോം എന്താ HODയുടെ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതൊന്ന് നോട്ട് ചെയ്യണം. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് HOD എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് ചീഫ് വരുന്നത്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ്. അതാരാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറഞ്ഞത് ക്വാളിറ്റി മാനേജർ ആണ്. ഇനി അതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് പറഞ്ഞല്ലോ. അത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്, അതിന്റെ താഴെ ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, പിന്നെ അതിന്റെ താഴെയാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻസ് വരുന്നത്. ഇനി ഇപ്പുറത്താണ് നമ്മൾ വരുന്നത് ഏതാണ്? ടെക്നീഷ്യൻ സൂപ്പർവൈസർ വരുന്നുണ്ട്, അതിന്റെ താഴെ ക്ലർക്ക്, നേഴ്സ്, PRO ഒക്കെ അതിന്റെ താഴെയാ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോ. അപ്പൊ അതുപോലെ തന്നെ വേറെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. ഹൂ കംസ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോട്ടോ. ഇപ്പൊ ഓർഗാനോഗ്രാം എന്ന് എഴുതിയതിന്റെ താഴെ എഴുതിക്കോ. ഹൂ കംസ് WHO, ഹൂ കംസ് COMES, ഹൂ കംസ് അണ്ടർ മെഡിക്കൽ ഡയറക്ടർ. Who comes under medical director? Who comes under medical director? ആരാണ് മെഡിക്കൽ ഡയറക്ടറിന്റെ കീഴിൽ ആരാണ്? HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതുപോലെ നമുക്ക് ഇപ്പൊ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ ആരാ വരുന്നത്? ക്ലർക്ക്. ഓപ്ഷൻസ് ക്ലർക്ക്, നേഴ്സസ്, PRO ഒക്കെ വരുന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുകയാണെങ്കിൽ ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓപ്ഷൻ ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ക്വാളിറ്റി മാനേജർ, ക്ലർക്ക്. അപ്പൊ അതിനകത്ത് ഏതാ കറക്റ്റ് ഓപ്ഷൻ? ആൻസർ ഏതാ വരുന്നേ? ക്ലർക്ക് അല്ലെ? അപ്പൊ അങ്ങനെ ഈ ഒരു പിക്ചർ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതിന്ന് ഇപ്പൊ അതിന്റെ മുകളിൽ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഇപ്പൊ ഹൂ കംസ് അണ്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് അതിന്റെ എബോയിൽ ആരാ വരുന്നതെന്ന് ചോദിച്ചാലും ഈ ഒരു ഗ്രാഫ് പഠിച്ചാൽ ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഈ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇത് ഓരോന്നിന്റെ താഴെ വരുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഹു ഇസ് ദ ചീഫ്? ആരാ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ആരാന്ന് പറഞ്ഞ ചീഫ് ആരാണ്?
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ Quality ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജർ ആണ് ചീഫ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓരോന്നിന്റെ കീഴിൽ വരുന്നത് ആരാണെന്ന് കറക്റ്റ് ആ ഓർഗാനോഗ്രാം പഠിക്കുക. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിനകത്ത് HODയുടെ ഫുൾ ഫോം നോക്കുക, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, HOD. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ എഴുതിക്കോ. What tests are done in blood banking? What tests are done in blood banking? ബ്ലഡ് ബാങ്കിങ്ങിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്കിൽ നടത്തേണ്ട ടെസ്റ്റുകളിൽ പറയുമ്പോ അതിനകത്ത് പ്രിലിമിനറി ടെസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ തന്നേക്കുന്ന പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്ന 4 പോയിന്റ് ആയിട്ട് തന്നേക്കുന്ന പ്രിലിമിനറി ടെസ്റ്റിന്റെ ഒപ്പം ഇത്രയും ടെസ്റ്റുകളും കൂടിയും അതിന് റെസ്ട്രിക്ഷൻ ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകൾ നടത്താം എന്ന് ചോദിക്കുമ്പോൾ ഒരെണ്ണം പ്രിലിമിനറി ടെസ്റ്റുകൾ എന്ന് എഴുതാലോ അല്ലെ. പ്രിലിമിനറി ടെസ്റ്റ് ആണ് ആദ്യം നടത്തുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അതിനകത്ത് ബോഡി ഫിറ്റ് ആണോ അല്ലെ. പ്രീ ഡൊണേഷൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുമെന്ന് പറഞ്ഞു. ബോഡി ഫിറ്റ് ആണോ, അതുപോലെ തന്നെ ഫിസിക്കലി മെന്റലി അയാൾ സ്ട്രോങ് ആണോ, ആ ബ്ലഡ് എടുക്കാനോ ഡൊണേറ്റ് ചെയ്യാനോ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, എങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തും. അതായത് എ സർട്ടൺ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ് ആർ ഡൺ ഇൻ ലാബ് വൺസ് ദ ബ്ലഡ് ഈസ് ഡൊണേറ്റഡ് ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷെ ഈ ടെസ്റ്റിനും റെസ്ട്രിക്ഷൻ ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ നടക്കും? പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും, പിന്നെ ടൈപ്പിംഗ് നടത്തും, ABO ബ്ലഡ് ടൈപ്പ് നടത്തും, പിന്നെ അത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് മനസ്സിലാക്കിയതിനു ശേഷം നെക്സ്റ്റ് വരുന്ന ഏതാണ്? RH ടൈപ്പിംഗ് ആണ് അല്ലെ. പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ ആ ടെസ്റ്റ്, RH ടൈപ്പിംഗ് നടത്തും. പിന്നെ മൂന്നാമത്തെ ആണ് എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തും. അതായത് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ്. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും RBC ആന്റിബോഡീസ് ഒക്കെ അതിനകത്ത് അത് കടന്നിട്ടുണ്ടോ, ബ്ലഡിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇൻ ദ കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എന്താണ് റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഒക്കെ കടന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തും. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. പാസ്റ്റ് ഇൻഫെക്ഷൻ, അതില് പാസ്റ്റില് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകളും നടത്തും. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത്? പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും അല്ലെ. പ്രിലിമിനറി ടെസ്റ്റുകൾ, പിന്നെ അടുത്ത ABO ഗ്രൂപ്പ് ടൈപ്പിംഗ്, അത് രണ്ടാമത്തെ ആണ് ടൈപ്പിംഗ് ABO ഗ്രൂപ്പ്. പിന്നെ മൂന്നാമത്തെ ആണ് RH ടൈപ്പിംഗ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നടത്തും. പിന്നെ അടുത്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ. അപ്പൊ അതാണ് അതിനെ ഒന്നോടെ ഇതാക്കി പറഞ്ഞേക്കുന്നതാണ് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ red blood cells antibodies that may cause the complication in the recipient. റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആന്റിബോഡീസ് ഒക്കെ RBC ആന്റിബോഡീസ് ഒക്കെ കടന്നിട്ടുണ്ടോ എന്നുള്ളതും അത് ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. പിന്നെ അടുത്താണ് അവർക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ, എന്തെങ്കിലും പാസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യാം. ഇത്രയും ടെസ്റ്റുകളാണ് നടത്തുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞത് ഈ അതിനകത്ത് ഇതിനകത്ത് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ആണെന്ന് അല്ലെ. അത് നമ്മൾ പറഞ്ഞ ഏതിൽ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇതിൽ കൂടിയാന്ന് പറഞ്ഞ ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ്. ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അത് ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ അവിടെ നടത്തുന്ന ഈ എന്തൊക്കെ ഡിസീസസുകൾ ഉണ്ടെന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും അല്ലെ, HIV. പിന്നെ അടുത്താണ് ട്രിപ്പോനിമ പലീഡം എന്ന് പറയുന്ന ബാക്ടീരിയ. ഇതൊരു ബാക്ടീരിയ ആണ്. ഏതിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞേ? ഏത് ഡിസീസ് ഉണ്ടാക്കുന്നേ? ട്രിപ്പോനിമ പലീഡം എന്ന് പറയുന്നത്
സിഫിലസ് അല്ലെ? സിഫിലസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. അപ്പൊ അവിടെ ചോദിക്കാം ഏത് ബാക്ടീരിയ ആണ് സിഫിലസിന് കാരണമാകുന്ന ബാക്ടീരിയ? ഏതാണ്? ട്രിപ്പോണിമ പല്ലിഡം. ഇനി അത് HIV, അതിന്റെ ഫുൾ ഫോം എന്താ? ഹ്യൂമൻ വൈറസ്. ഓക്കെ. പിന്നെ അതിനകത്ത് എന്താ പറയാ, അതിനകത്ത് ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകളും പിന്നെ ഇത് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഇപ്പൊ ഫുൾ ഫോം ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സിഫിലസ് എന്ന് പറഞ്ഞ് അതിന്റെ കാരണമാവുന്ന അത് ഏത് ഡിസീസ് ആണ്? ബാക്ടീരിയ, വൈറൽ, ഫംഗസ്, ഏത് ഡിസീസ് ആണ്? ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ? ട്രിപ്പോണിമ പല്ലിഡം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. അത് സിഫിലസ് എന്ന് പറഞ്ഞ രോഗത്തിന് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. Bacterial diseases. Syphilis is a bacterial diseases caused by the bacteria. ഏത് ബാക്ടീരിയ ആണ്? ട്രിപ്പോണിമ പല്ലിഡം. അതും നോട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിനകത്ത് എന്താ പറയാ, അമേരിക്കൻ അസോസിയേഷന്റെ ബ്ലഡ് ബാങ്കില് ഇവിടെ കൊടുത്തേക്കുന്ന ആ ബ്ലഡിന്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. നോക്കി, അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ്, അവര് ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ് ആണ്. അത് ഇത്ര പെർസെന്റേജ് എന്നുള്ളൂ. അതിൽ നിന്നൊന്നും അങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ വഴിയില്ല. ഓക്കെ. അത് അതിന്റെ എത്രയാണ് ആ പെർസെന്റേജ് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളൂ ടേബിൾ ആയിട്ട്. ഇനി ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് താഴെ. അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ആദ്യം തന്നെ ചോദിക്കാം, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് ചോദിച്ചാലും ശരിയാണ്. അത് ആ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വാട്ട് ആർ ദ constituents of blood. Constituents, CONSTITUENT, constituents of blood അല്ലെങ്കിൽ components of blood. അപ്പൊ ഏതൊക്കെയാ ബ്ലഡിലെ കമ്പോണൻസ്? എങ്ങനെ എഴുതാം അതിന്റെ ആൻസർ? ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് ചോദിച്ചാ? RBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. അപ്പൊ 4 കമ്പോണൻസ് ആണ് ഉള്ളത് അല്ലെ? ബ്ലഡിലെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 4 കമ്പോണൻസ് ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. പഠിച്ചവര് വീണ്ടും ഒന്നോടെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. ഈ റിവൈസ് ചെയ്യുമ്പോൾ പഠിക്കാത്തവർക്ക് ഇതിന്റെ ഒപ്പം പഠിച്ചും പോവുക. ഓക്കെ. 4 കമ്പോണൻസ് ആണ് പറയുന്നത്. ഇത് ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നോക്കിയേ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ബ്ലഡ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഓരോ കമ്പോണൻസിനും എന്താണ് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് RBC? എഴുതിക്കോ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് the function of RBC in blood? RBC in blood. ബ്ലഡിലെ RBCയുടെ ഫങ്ഷൻ എന്താണ് ഫങ്ഷൻ പറഞ്ഞത്? transport oxygen to the tissues in the body and transport oxygen to the tissues in the body. അല്ലെ? അതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. എന്താണ് RBCയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എഴുതണം. these cells transport oxygen to the tissue in the body. നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC കൂടെയാണ്. and it is commonly used to treat ഓഫ് അനീമിയ. അപ്പൊ അനീമിയ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു RBC. അപ്പൊ അനീമിയ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? RBC ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അനീമിയ എന്ന് പറയുക. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? മലയാളം എന്താണ്? കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസ് നോട്ട് ഹാവ് ഇനഫ് ഹെൽത്തി RBC. ബ്ലഡിന് ആവശ്യത്തിനുള്ള RBC ഇല്ലാത്ത അവസ്ഥ, അതാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിക് ആവുക. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബ്ലഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവര് അനീമിക് ആവും അല്ലെ? അനീമിക് എന്ന് പറയും. ബ്ലഡിലെ ആവശ്യത്തിന് ബ്ലഡിലെ കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു അവസ്ഥ. A condition in which the blood doesn't having enough
ഹെൽത്തി RBC. ആവശ്യത്തിലുള്ള RBC ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫംഗ്ഷൻ എഴുതിയല്ലോ, കിട്ടിയല്ലോ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് RBC ഇൻ ബ്ലഡ്? ഇനി അടുത്ത ഇതുപോലെ തന്നെ ചോദിക്കാതെ നമ്മൾ അവിടെ ഒരു സയന്റിഫിക് നെയിമും എഴുതിയിട്ടുണ്ട്, അതും ഇതിന്റെ ഒപ്പം എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC? സയന്റിഫിക് നെയിം SCIENTIFIC. സയന്റിഫിക് നെയിം. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC? എന്താണ് സയന്റിഫിക് നെയിം പറഞ്ഞത്? എറിത്രോസൈറ്റ്സ്. അത് വേണമെങ്കിൽ അതിന്റെ ഒപ്പത്തിന് ഒന്ന് എഴുതിക്കോ. എറിത്രോസൈറ്റ്, ERYTHROCYTES. അത് അന്നത്തെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RBCയുടെ റെഡ് ബ്ലഡ് സെൽസ് ഫുൾ ഫോം ആണ് റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി ആൻഡ് കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് ഓഫ് അനീമിയ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു. അത് പഠിച്ചല്ലോ. RBCയുടെ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് oxygen to the tissue in the body and is commonly used to treat of anemia treatment use ചെയ്തു. ഇതേപോലെ നമുക്ക് അടുത്തത് എഴുതാലോ. എന്താണ്? What is the function of platelets? 4 കമ്പോണൻസിന്റെ 4 ഫംഗ്ഷൻ ആണ് പറയുന്നത്. ആ ഫംഗ്ഷൻസ് മാറിപ്പോയാതെ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതാം. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം അല്ലെ. ഒരു ഫംഗ്ഷൻ തരുന്നു, ഇപ്പറ നമ്മൾ കമ്പോണൻസും തരും, അത് കറക്റ്റ് ഫംഗ്ഷനുമായിട്ട് മാച്ച് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നിന്റെ ഫംഗ്ഷൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ്സ് ആയിട്ട് ചോദിക്കാം. ഡാഷ് ഹെൽപ് ടു ബ്ലഡ് ടു ക്ലോട്ട് ആൻഡ് ക്ലോട്ട്, ഡാഷ് ഹെൽപ്സ് ടു ബ്ലഡ് ക്ലോട്ട് എന്ന് ചോദിക്കാം വേണമെങ്കിൽ അല്ലെ. എന്നിട്ട് RBC, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ അങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഇപ്പൊ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ബ്ലഡ് ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയാം. അപ്പൊ 4 ഇത് മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ ഫംഗ്ഷനും കൂടി മാർക്ക് അനുസരിച്ച്, അങ്ങനെയല്ല നമ്മൾ എക്സാംസിന് എഴുതണേ, മാർക്ക് അനുസരിച്ച് എഴുതുക. വെറുതെ 1 മാർക്കൊക്കെ ആണെങ്കിൽ 4 എണ്ണം വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ടെങ്കിൽ ഓരോന്നും എഴുതുക, അതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷനും എഴുതുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്. എന്താണ് അപ്പൊ ഫംഗ്ഷൻ പറഞ്ഞത്? They help to blood to clot. Leukemia and other forms of cancer. And other forms of cancer. They help the blood to clot. Blood clot ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. And used to treat leukemia and other forms of cancer. അല്ലെ. അപ്പൊ അനീമിയ ലുക്കീമിയ മാറിപ്പോരുത്. അനീമിയ ഏതുമായിട്ട് RBC ആയിട്ട് വരുന്നതാണ്, പ്ലേറ്റ്ലെറ്റിലാണ് ലുക്കീമിയ വരുന്നത്. ലുക്കീമിയ, blood cancer. Leukemia is also called blood cancer എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അതർ മറ്റുള്ള ക്യാൻസറിന്റെ മറ്റുള്ള ഫോംസിനും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പ്ലേറ്റ്ലെറ്റ്സുകൾ. അതുപോലെ തന്നെ എഴുതാം. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റിന്റെ സയന്റിഫിക് നെയിം എന്താന്ന് പറഞ്ഞേ? ത്രോംബോസൈറ്റ്. THROMBOCYTES. Thrombocytes. Okay. ഇനി അതേപോലെ അതിന്റെ അടുത്തും ചോദിക്കാലോ. എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് WBC? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് WBC? These cells help in fighting infection. ഫൈറ്റ് ചെയ്യാൻ. മനുഷ്യ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു രോഗപ്രതിരോധ ശേഷി നൽകുന്ന കോശമാണ് WBC. White blood cells. These cells help in fighting infection and help with immune process. അതാണ് പ്രതിരോധ ശേഷി നൽകുന്നത്. ഫൈറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുന്നത് WBC ആണ്. WBC. അതിന്റെ സയന്റിഫിക് നെയിം എന്താ? What is the scientific name of WBC? Leukocyte. Leukocyte. LEUKOCYTES. Leukocytes.
ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്മ. അപ്പൊ ഇവിടെ ചോദിക്കാം, വാട്ട് ഈസ് പ്ലാസ്മ? വാട്ട് ഈസ് പ്ലാസ്മ? വാട്ട് ഈസ് പ്ലാസ്മ? എന്താ പ്ലാസ്മ? അവിടെ തന്നെ ആൻസർ കിടക്കുന്നുണ്ട്. വാട്ട് ഈസ് portion of the blood. Fluid portion of the blood. okay, watery fluid part of the blood in which the red blood cells, white blood cells and platelets are suspended. ഇതെല്ലാം സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്ന വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ. അപ്പൊ ഇവിടെ ചോദിക്കാം, റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. പ്ലാസ്മയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ? വാട്ട് ആർ, അത് എന്തുകൊണ്ടാണ് 2-3 ഫങ്ഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ. അത് 3 പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 3 പോയിന്റ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോയിന്റ് ചെയ്തിട്ട്. എന്തൊക്കെയാണ് പ്ലാസ്മയുടെ ഫങ്ഷൻ പറഞ്ഞത്? Maintain blood pressure. Balance the level of sodium and potassium. അത് 3 പോയിന്റും അതുപോലെ തന്നെ എഴുതാം. What are the functions of plasma? Helps to maintain blood pressure, provide protein for blood clotting. Next, third one, balance the level of sodium, potassium. സോഡിയം പൊട്ടാസ്യത്തിന് എന്റെ ലെവലിനെ ബാലൻസ് ചെയ്യുക. പ്രോട്ടീൻ കൊടുക്കുക, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുക. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ 3 ഫംഗ്ഷൻ ആണ് അവിടെ പ്ലാസ്മയുടെ വരുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ക്രയോപ്രസിപ്പിറ്റേറ്റ്? വാട്ട് ഈസ് ക്രയോപ്രസിപ്പിറ്റേറ്റ്? CRYOPRECIPITATE. What is cryoprecipitate? എന്താണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞ? പ്ലാസ്മയുടെ ഒരു പോർഷൻ ആണല്ലേ? Portion of the The portion of the plasma that contains floating factors that help to control bleeding. ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാവുന്ന ഫ്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയുടെ ഒരു പോർഷൻ ആണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ചോദിക്കാം, വാട്ട് ഈസ് ക്രയോപ്രസിപ്പിറ്റേറ്റ്? എന്താണ് ആൻസർ? ഒന്നോട് പറഞ്ഞേ. The portion of the plasma that contains floating factors that help to control bleeding. ബ്ലീഡിങ്ങിനെ കൺട്രോൾ കഴിയുന്ന ഫ്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു പോർഷൻ ആണ്, പ്ലാസ്മയുടെ ഒരു പോർഷൻ ആണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് അവിടെ 3 ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ബ്ലഡിലെ ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ എന്ന് പറയുന്നത് അല്ലെ. ഇസ് പ്രോട്ടീൻ ഇൻ അവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. പിന്നെ അടുത്ത ഇമ്മ്യൂണോഗ്ലോബുലിൻ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആൻഡ് മേ ഓൾസോ സെപ്പറേറ്റഡ് ആൻഡ് പ്രൊസീഡ് ഫ്രോം ട്രാൻസ്ഫ്യൂഷൻ. അതായത് ഇതിനെ ഓൾസോ സെപ്പറേറ്റ് ചെയ്തു. ആൽബുമിനെയും ഇമ്മ്യൂണോഗ്ലോബുലിനെയും ക്ലോട്ടിംഗ് ഫാക്ടറിനെയും ഒക്കെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുന്നു. പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സിൽ ഇതിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. പിന്നെ അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, what is blood transfusion? What is blood transfusion? അതിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ചോദിക്കാം, why are blood bank important? അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ആൻസർ അതിന്റെ താഴെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? Is the process in which blood components are transferred from one person into the bloodstream of another person. അല്ലെ? അത് കറക്റ്റ് ആയിട്ട് അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? പഠിക്കാത്തവർ പഠിക്കുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് in which blood components are transferred from
one one person of into another the person. bloodstream of another person. ഓക്കെ, അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് വൈ ആർ ബ്ലഡ് ബാങ്ക് ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞല്ലോ. ഇറ്റ്സ് എ ലൈഫ് സേവിങ് പ്രോസസ് ആണ് അല്ലെ, ലൈഫ് സേവിങ് പ്രോസസ് ആണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഇതിന് നമുക്ക് ആ കറക്റ്റ് സമയത്ത് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ അത് എന്ത് പറ്റുന്ന പറഞ്ഞേക്കണേ നമ്മള്, ഡെത്ത് സംഭവിക്കാൻ ഡെത്ത് സംഭവിക്കും. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ് അല്ലെ, മഹത്തായ ഒരു കൃത്യമായിട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കണക്കാക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റിന് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. where there is a large loss of blood cells through bleeding or depression of bone marrow, blood transfusion is considered as a noble cause. അയച്ചാ നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡെത്ത് വരെയും സംഭവിക്കാം. അതുകൊണ്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം. ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. ഇനി നമ്മള് നോക്കിയേ ബ്ലഡ് ബാങ്ക് സർവീസസ്, അത് ഇതുപോലെ തന്നെ ഇറ്റ്സ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ദ ടൈപ്പ് ഓഫ് ബ്ലഡ്സ്. ആ ഫംഗ്ഷൻസിൽ വരുന്നതാണ് ബ്ലഡ് ബാങ്ക് സർവീസസിൽ. ദേ വാച്ച്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. നമ്മൾ പറഞ്ഞു ഇത് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യും, ഒരു ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നുള്ള ഇല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യും. അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ ദേ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ്. അത് നമ്മൾ പറഞ്ഞു സ്ക്രീനിങ് ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവര് ബ്ലഡ് ടൈപ്പ് ചെക്ക് ചെയ്യും, AB/O. എന്നിട്ട് ആ ബ്ലഡ് ടൈപ്പ് നോക്കിയിട്ട് നെക്സ്റ്റ് തന്നെ അവർ നോക്കുന്നതാണ് RH ഫാക്ടറും ടെസ്റ്റ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഓരോന്നിനും ഉണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അതിന്റെ RH ഫാക്ടർ നോക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. Compatibility testing is done, find out particular unit of blood can transfer safely into the certain patient. അത് മറ്റൊരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്, എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നാ പറഞ്ഞേ? 4. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഒരു ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ബോംബെ ഗ്രൂപ്പ് കാണുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പും ഉണ്ട്. അഞ്ചാമത്തെ വേണമെങ്കിൽ നമുക്ക് അറിയാം ബോംബെ ഗ്രൂപ്പ് എന്ന് പറയാം. കോമൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 4 ബ്ലഡ് ഗ്രൂപ്പ്. ഏതൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പ്? AB/O. ഇനി ഓരോന്നിനും എന്തുണ്ട്? പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ ആ ഒരു ടേബിൾ നിങ്ങൾ എഴുതിയ ടേബിൾ ഒന്ന് എടുത്തേ. നമ്മൾ ആ ക്ലാസ്സിൽ നോട്ട് പറഞ്ഞായിരുന്നു, അതിനകത്തുനിന്ന് തന്നെ നോക്കി എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് ചോദിക്കാന്നറിയോ? ആ ഒരു ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ടേബിൾ എല്ലാവരും എടുക്ക. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ അതിനകത്ത് നമ്മൾ 4 ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു. അതിനകത്ത് ആന്റിജൻ, അതിന്റെ കറക്റ്റ് എയുടെ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ? സെയിം തന്നെയല്ലേ, ഗ്രൂപ്പിന്റെ സെയിം ആണ് ആന്റിജൻ വരുന്നത് അല്ലെ. എ ഗ്രൂപ്പ് ആണെങ്കിൽ A, ബി ഗ്രൂപ്പിന് ആന്റിജൻ ഏതാ? എബിക്ക് എയുണ്ട് ബിയുണ്ട്, Oക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ അവിടെ ചോദിക്കാം വിച്ച് ഗ്രൂപ്പ് ഹാസ് നോ ആന്റിജൻ? ഏതാണ്? അല്ലെ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം O ഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ചോദിക്കാം അവർക്ക് ആന്റിബോഡി ചോദിക്കാം. എ ഗ്രൂപ്പിന്റെ ആന്റിബോഡി ഏതാണ്? ഓപ്പോസിറ്റ് എഴുതാം ബി ഗ്രൂപ്പിന്റെ എ ബി ഗ്രൂപ്പിന്റെ. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB. അത് ചോദിക്കാം. ആന്റിബോഡി ഇല്ലാത്ത ആ ടേബിൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ AB ആണ്. പിന്നെ ആന്റിബോഡി O ഗ്രൂപ്പിന് Aയും ഉണ്ട് Bയും ഉണ്ട് അല്ലെ. ഇതിനകത്ത് നിങ്ങൾ അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ? Which blood group is called universal donor? ഏത് ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? Which blood group? O ആണ്. Which blood group is called universal donor? O. അതേപോലെ തന്നെ സെയിം അടുത്ത ക്വസ്റ്റ്യൻ എഴുതാലോ. എങ്ങനെ എഴുതാം? Which blood group is
called Universal universal recipient. recipient. ആ ക്വസ്റ്റ്യനും കൂടി താഴെ എഴുതിക്കോ. Which blood group is called which blood group is called universal recipient? Recipient, RECIPIENT, recipient. Which blood group is called universal recipient? എല്ലാവർക്കും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏത് ഗ്രൂപ്പാണ്? AB ഗ്രൂപ്പ്. അത് രണ്ട് കൂടി ഞാൻ പറയാം. അത് ക്ലാസ്സിലും നമ്മൾ അത് പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചില്ല. Which blood group is rare? അറിയോ ആർക്കെങ്കിലും? വളരെ റയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയോ? AB നെഗറ്റീവ് ആണ് റയർ ഗ്രൂപ്പ്. AB നെഗറ്റീവ്, അതും കൂടി അതിന്റെ ഒപ്പം ഒന്ന് നോട്ട് ചെയ്തോ. Which blood group is rare? RARE, rare. AB നെഗറ്റീവ്, ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. അപ്പൊ ഏതാണ് കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന, വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O പോസിറ്റീവ്. ഓക്കെ, കറക്റ്റ് ആണ്, O പോസിറ്റീവ് ആണ്. അപ്പൊ അതും കൂടി എഴുതിക്കോ. Which blood group is most common? most common, ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? Which blood group is most common? ആൻസർ എഴുതുക. O പോസിറ്റീവ് ആണ്. അപ്പോ ഏറ്റവും റയർ ഗ്രൂപ്പ് AB നെഗറ്റീവും ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ O പോസിറ്റീവ് ആണ്. അത് ഇതിന്റെ കൂടെ നോട്ട് ചെയ്ത് പഠിക്കാം. പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്താ പറഞ്ഞേ? നമ്മളിപ്പോ ഏത് ഗ്രൂപ്പാണെങ്കിലും ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതേ ഗ്രൂപ്പ് ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ടേബിളും ഫിനിഷ് ചെയ്യാം. ഇപ്പൊ ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അതിൽ നിന്ന് തന്നെ ചോദിക്കാലോ. ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിനകത്ത് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം അല്ലെ? ഇപ്പൊ ഗ്രൂപ്പ് A ഗ്രൂപ്പ് ഉള്ളവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? A ഉള്ളവർക്കും കൊടുക്കാം, AB ഗ്രൂപ്പ് ഉള്ളവർക്കും കൊടുക്കാം. അപ്പൊ എന്താ അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്? നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്കടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആ ടേബിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിത്തെ ആൻസേഴ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ലേ? B ഗ്രൂപ്പ് ഉള്ളവർക്ക് ഏതൊക്കെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? Bക്കും ABക്കും. AB ഉള്ളവർക്ക് ABക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാം അല്ലെ? പിന്നെ O ഉള്ളവർക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് എ യൂണിവേഴ്സൽ ഡോണർ? ഇതാണ് O ഗ്രൂപ്പ്. അതുപോലെ തന്നെ തിരിച്ച് റെസിപ്പിയന്റിന്റെ നമുക്ക് ചോദിക്കാം ആർക്കൊക്കെ. ഇപ്പൊ A ഗ്രൂപ്പ് ഉള്ളവർക്ക് ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം അല്ലെ? അപ്പൊ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താ? നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും റിസീവ് ചെയ്യാം, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിൽ നിന്നും റിസീവ് ചെയ്യാം. ആ രണ്ട് പോയിന്റും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും വാങ്ങാം, അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. ഏതാ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ? അപ്പൊ A ആണെങ്കിൽ അവർക്ക് Aയിൽ നിന്ന് വാങ്ങാം, Oയിൽ നിന്ന് റിസീവ് ചെയ്യാം. B ആണെങ്കിൽ Bയിൽ നിന്ന് വാങ്ങാം, Oയിൽ നിന്ന് റിസീവ് ചെയ്യാം. AB ആണെങ്കിൽ നമുക്ക് എല്ലാവരിൽ നിന്നും Aയിൽ നിന്ന് വാങ്ങാം, Bയിൽ നിന്ന് വാങ്ങാം, ABയിൽ നിന്ന് വാങ്ങാം, Oയിൽ നിന്ന് വാങ്ങാം. അപ്പൊ എല്ലാവരിൽ നിന്ന് റിസീവ് ചെയ്യാം. അതുകൊണ്ട് ABനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഓക്കാർക്കാണെങ്കിൽ റിസീവ് Oയിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടേബിൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആ ടേബിൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആൻസേഴ്സ് ചെയ്യാം. ഓക്കെ,
ആ ടേബിൾ അവിടെ ഒന്ന് നോക്കണം. നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യണോ? ഓ നെഗറ്റീവും ഓ നെഗറ്റീവ് ഇപ്പൊ ഈ യൂണിവേഴ്സൽ ഡോണറിൽ ഓ എന്ന് മാത്രം ചേർത്താൽ മതി, അതോ നെഗറ്റീവ് എന്ന് ചേർക്കണോ? ഇല്ല, അത് നമ്മൾ വേറെ അടുത്തത് പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്. അതിന്റെ ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഗ്രൂപ്പാണ് ചോദിക്കുന്നത്, A B O അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ്, അതാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ. ഏത് ബ്ലഡ് ഗ്രൂപ്പാന്നാ ചോദിച്ചേണേ. അപ്പൊ ഗ്രൂപ്പ് 4 ഗ്രൂപ്പല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന് ഓന്ന് തന്നെ എഴുതാം. ഓ പിന്നെ അടുത്തെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ആ നോട്ട് എന്ന് പറഞ്ഞ അതിനകത്ത് പറഞ്ഞു ഓ നെഗറ്റീവും പറഞ്ഞു, AB പോസിറ്റീവും പറഞ്ഞു അല്ലേ. അതെന്താണ്? വിച്ച് ബ്ലഡ് ടൈപ്പ് ആണ് ചോദിച്ചേക്കണേ. കണ്ടോ, ബ്ലഡ് ടൈപ്പ്, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്, ഗ്രൂപ്പ് അല്ല അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ നമ്മൾ 4 ഗ്രൂപ്പാണ് പഠിച്ചത് അല്ലെ. കോമൺ ആയിട്ട് 4 ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത്, Aയും Bയും ABയും Oയും. അപ്പൊ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് അതിന്റെ അനുസരിച്ച് ഗ്രൂപ്പ് തന്നെ എഴുതുക. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിച്ചാൽ ഓന്ന് എഴുതുക. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ചോദിച്ചാൽ AB എന്ന് തന്നെ എഴുതാം. ഓക്കെ, ബ്ലഡ് ടൈപ്പ് ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. കണ്ട, യൂണിവേഴ്സൽ ഡോണർ, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിച്ചാൽ O നെഗറ്റീവ് എന്ന് എഴുതാം. ബ്ലഡ് ടൈപ്പ് എഴുതുക. അതുപോലെ തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ബ്ലഡ് ടൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ AB പോസിറ്റീവ് എന്നും എഴുതാം. അത് താഴെ അത് അങ്ങനെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണോ ചോദിക്കുന്നത് അതനുസരിച്ച് ആൻസർ കൊടുക്കുക. ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എഴുതുക. അവിടെ ബ്ലഡ് ടൈപ്പ് എന്നാണ് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് ടൈപ്പ് എഴുതുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സെപ്പറേറ്റ്. ആ ടേബിൾ ഒന്നുകൂടെ പറയോ? അന്ന് എഴുതിയെടുത്തത് ഒന്നും ക്ലിയർ ആയില്ല. ക്ലിയർ അല്ലേ? അല്ല, അതിലാ എഴുതിയത് പിന്നെ അന്ന് ശരിക്കും അത് ഞാൻ പറഞ്ഞു, ടേബിള് 5 റോയും 5 കോളായിട്ട് വരയ്ക്കാൻ പറഞ്ഞു അല്ലേ. അത് എഴുതിയെടുത്തവര് ഒന്നോടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ. 5 റോയും 5 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഗ്രൂപ്പ് കൊടുക്കുക, ഗ്രൂപ്പിന് ഹെഡിങ് കൊടുക്കുക. സെക്കൻഡിന്റെ മുകളില് ആന്റിജൻ കൊടുക്കുക. തേർഡിന്റെ മുകളില് ആന്റിബോഡി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് കോളത്തിന്റെ മുകളില് ഡോണേഴ്സ് കൊടുക്കുക, ദാനം കഴിയുന്നത്. ഡോണർ DONORS ഡോണേഴ്സ്, അല്ലെങ്കിൽ ദാനം ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അടുത്ത് ഫിഫ്ത്ത് കോളത്തിന്റെ മുകളില് റെസിപ്പിയന്റ് നോക്കുക, RECIPIENT റെസിപ്പിയന്റ് സ്വീകരിക്കാൻ കഴിയുന്നത്. ഇതാണ് ഓരോന്നിന്റെ ഹെഡിങ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഗ്രൂപ്പിന്റെ താഴെ എഴുതുക. ഓരോ ഗ്രൂപ്പ് എഴുതുക. ഒന്നാമത്തെ ഫസ്റ്റ് ഇതിനകത്ത് എഴുതുക ABO. അങ്ങനെ താഴേക്ക് ആ കോളത്തില് 4 കോളത്തിലും 4 ഗ്രൂപ്പ് എഴുതുക. ഫിനിഷ് ആയ? ഇനി അതിന്റെ നേരെ ആന്റിജൻ എഴുതിക്കേ. ഓരോ ഗ്രൂപ്പിന്റെ നേരെ അവർക്കുടെ കറക്റ്റ് ആന്റിജൻ എടുത്ത് എഴുതാം. ഇല്ല, ഓന്നുള്ളടത്ത് ആന്റിജൻ ഇല്ല. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞവര് ആ ടേബിൾ ഒന്നോടെ ഇരുന്ന് പഠിക്കുക. ഇപ്പൊ എഴുതാതെ ആരാ എഴുതാതിരുന്നേ? ഇത് പേര് പറയോ? സഫ്യ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, സൗമ്യ ഒന്നോട് നോക്കിയോ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യണേന്, എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യണേന് കുഴപ്പമില്ല. നിങ്ങളത് ക്ലിയർ ആവാതെ പോരുത്. ഇതെന്ന് വെച്ചാൽ ഈ ടേബിൾ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞില്ലേ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, ഇത് ഡിപ്പെൻഡ് ചെയ്ത് തന്നെ. അപ്പൊ ടേബിൾ കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തവര് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് ഒന്നോടെ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ അതിന്റെ 4 കോളത്തിൽ നമ്മൾ ആന്റിജന്റെ കോളം ഫില്ല് ചെയ്തില്ലേ? ABO എന്ന് പറഞ്ഞോട്ട് ഇല്ല. അതിന്റെ നേരെ ആന്റിബോഡിയും ഫിനിഷ് ചെയ്തേ. നേരെ ഓപ്പോസിറ്റ് എഴുതാം, ആന്റിബോഡി. അപ്പൊ സൗമ്യ ആന്റിബോഡി ഏതാണ്? ബി ഗ്രൂപ്പിന്റെ ആന്റിബോഡി, AB ഗ്രൂപ്പിന്റെ ആന്റിബോഡി
ഇല്ല No ആന്റിബോഡി antibody. അല്ലെ ആന്റിബോഡി ഇല്ല എന്നുവെച്ചാൽ ആന്റിജൻ എയും ഉണ്ട് പിയും ഉണ്ട്. അപ്പൊ അവർക്ക് ഇനി ആന്റിബോഡി അവിടെ വരാൻ പാടില്ല. സെയിം ആന്റിജനും സെയിം ആന്റിബോഡി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് അഗ്ലൂട്ടിനേഷൻ, ഞാൻ പറഞ്ഞല്ലോ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെ സെയിം വരാൻ പാടില്ല. അപ്പൊ എ ബിക്കാർക്ക് ആന്റിബോഡി ഇല്ല, ഓ കാർക്ക് എന്താണ് രണ്ടും ഉണ്ട് അല്ലെ, ആന്റിബോഡി എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അത്രയും 3 ഇത് കോളം ഫിനിഷ് ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത 4th കോളത്തിലേക്ക് വരിക, ഡോണേഴ്സ് അല്ലെ. അപ്പോ ഗ്രൂപ്പ് എയുടെ നേരെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവര് അല്ലെ, എക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാ. പിന്നെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? നമുക്ക് എക്കും കൊടുക്കാം എ ബിക്കും കൊടുക്കാം അല്ലെ. എ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. എ ബിയുടെ ഗ്രൂപ്പിലും ഇതുണ്ടല്ലോ, സെയിം ആന്റിജൻ ഉണ്ടല്ലോ. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രം നോട്ട് ചെയ്യുക, നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക്. അപ്പൊ എ ഗ്രൂപ്പിന്റെ ഡോണേഴ്സ് ഏതൊക്കെയാ വരുന്നത്? ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എ, ബി. ബിയുടെയോ? B, AB. എ ബി. ഓക്കെ, ഇനി എ ബിക്കാർക്കോ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എ ബിക്കാർക്ക് മാത്രം. എ ബി മാത്രം അല്ലെ, എ ബിക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എ ബി. ഇനി ഓക്കാർക്കോ? എല്ലാവർക്കും കൊടുക്കാം. ഇതാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാം, എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാം. ഓക്കെ, ആ കോളം ഫിനിഷ് ചെയ്തില്ലേ? 4th കോളം ഫിനിഷ് ആയാ? അതായത് എ എന്ന് പറഞ്ഞതിന്റെ നേരെ ഡോണേഴ്സ് എയും എ ബിയും, ബിയുടെ നേരെ ബിയും എ ബിയും, എ ബിയുടെ നേരെ എ ബിക്കാർക്ക് മാത്രം, പിന്നെ അടുത്ത ഓ എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം. ഇനി അടുത്ത നെക്സ്റ്റ് 5th കോളത്തിലേക്ക് വാ. റെസിപ്പിയന്റ് നോക്കുക. അപ്പൊ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഉള്ളവരിൽ നിന്ന് വാങ്ങാം, ഇത് എന്താണ് നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്ന് വാങ്ങാം. അപ്പൊ എ ഗ്രൂപ്പിന്റെ നേരെ നോക്കിയേ, ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാം? എക്കും കൊടുക്കാം, എയിൽ നിന്നും റിസീവ് ചെയ്യാം, ഓയിൽ നിന്നും. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓയാണ്. അപ്പൊ എ ഗ്രൂപ്പുകാർക്ക് ഗ്രൂപ്പുകാർക്കിടെ റിസീവ് ചെയ്യാം, ഓയുടെ റിസീവ് ചെയ്യാം, എ ഓ. അപ്പൊ അതുപോലെ ബിയുടെ പറഞ്ഞേ, ബി ഓ. ബി ഗ്രൂപ്പിന് റിസീവ് ചെയ്യാൻ പറ്റുന്ന ബിയും ഓയും. എ ബിക്കാർക്കോ എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും സ്വീകരിക്കാം, റിസീവ് ചെയ്യാം. ഇതാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഓക്കാർക്ക് ആരിൽ നിന്ന് റിസീവ് ചെയ്യാം? ഓയിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റൂ. ഓ, ഓക്കെ, ആ ടേബിള് ഫിനിഷ് ആയില്ലേ? ഇത് ഡൗട്ട് ഒന്നുമില്ല. ആ ടേബിൾ തന്നെ നിങ്ങൾ പഠിക്കുക. ആ ടേബിളിൽ നിന്ന് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ്, ഇതേ രീതിയിലുള്ള വരുന്ന ക്വസ്റ്റ്യൻസ്, ആന്റിജൻ ഏതാ, അവർക്ക് ആന്റിബോഡി ഏതാ, ആർക്ക് ഡൊണേറ്റ് ചെയ്യാം, ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, അത് ചോദിക്കാം. പിന്നെ യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ഇതൊക്കെ ആ ടേബിളിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്വസ്റ്റ്യൻ എഴുതിക്കോ. When is blood transfusion needed? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അതും ഇതുപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. Question: When is blood transfusion needed? When is blood transfusion needed? ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത്യാവശ്യമായിട്ട് വരുന്നത്? ഓക്കെ, ഒരുപാട് നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറെ ബ്ലഡ് പോവാണെങ്കിൽ to substitute for the lost blood after a surgery, serious സർജറിക്ക്, ആ സർജറിക്ക് ശേഷം അല്ലെ ബ്ലഡ് നമ്മൾ അപകടമൊക്കെ പറ്റുമ്പോൾ അല്ലെങ്കിൽ സർജറി ഒക്കെ നടത്തിയിട്ട് കുറെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇപ്പൊ സർജറിക്ക് ശേഷമൊക്കെ ബ്ലഡ് ആവശ്യമായിട്ട് വരും. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ?
digestive tract bleeding. Next point ആണ് digestive tract bleeding. വരുമ്പോ അതില് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത്യാവശ്യമായിട്ട് വരും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ലുക്കീമിയ. ഫോർത്ത് വൺ ആണ് ലുക്കീമിയ. പിന്നെ നെക്സ്റ്റ് ആണ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. RBC ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോ ഇപ്പൊ ഒരാൾക്ക് ബ്ലഡിൽ RBC കുറവാണെങ്കിൽ ആ RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതേപോലെ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, RBCയുടെ കുറവുള്ളപ്പോ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഏതാണ്? ക്യാൻസർ ട്രീറ്റ്മെന്റ്സിൽ അല്ലെ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് അല്ലെ. മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത്യാവശ്യമായിട്ട് വരാം. പിന്നെ നെക്സ്റ്റ് ആണ് ലിവർ പ്രോബ്ലംസ്. ലിവർ പ്രോബ്ലംസ് ഉള്ളവർക്ക് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരാം. ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താം. ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് ആണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ബ്ലഡിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത്യാവശ്യമായിട്ട് വരാം. അപ്പൊ ഈ പോയിന്റ്സുകൾ ഇതുപോലെ തന്നെ പഠിക്കുക. വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം ആൻസർ പഠിക്കുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പഠിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എപ്പോഴാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇത് ഇതേപോലെ അല്ലെങ്കിലും നമ്മൾ വേറെ ടൈപ്പിൽ ചോദിച്ചാലും നമ്മൾ ആൻസർ എഴുതാൻ നമുക്ക് ആൻസർ എന്താ പറയാ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആദ്യം ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക, എപ്പോഴാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഒന്നാമത്തെ എന്താ? ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. രണ്ടാമത്തെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്. പിന്നെ മൂന്നാമത്തെയാണ് ലുക്കീമിയ. പിന്നെ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, RBCയുടെ കുറവുള്ളവർക്ക്. പിന്നെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. ഇതിന്റെയൊക്കെ സമയത്ത് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പിന്നെ ലിവർ പ്രോബ്ലംസ് ഉള്ളവർക്ക്, ബ്ലഡിലെ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറയാം അല്ലെ, ഡിസോർഡർ ഉള്ളവർക്കൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, ക്വസ്റ്റ്യന് ആൻസർ മനസ്സിലായില്ല. അത് ആ പോയിന്റ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാം. അവിടെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ആർ WHAT വാട്ട് ആർ ദ ജോബ് റെസ്പോൺസിബിലിറ്റീസ് സ്പെല്ലിംഗ് നോക്കി എഴുതാം. RESPONSIBILITIES. What are the job responsibilities of a blood bank manager? Job responsibility of a blood bank manager. What are the job responsibilities of a blood bank manager? നമ്മൾ ഓരോന്നും പറയുമ്പോൾ അവർക്കുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അത് എന്താ പഠിക്കുക, ആൻസറുകൾ പഠിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ അദ്ദേഹത്തിന്റെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചപ്പോൾ അതിന്റെ ഓരോരുത്തർക്കുടെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാതെ തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്? എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ മൊത്തം ഹെഡ് ആയിരിക്കണം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. എൻറ്റയർ ബ്ലഡ് ബാങ്കിലെ ഹെഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ HOD വേറെ ഉണ്ടല്ലോ. HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ബ്ലഡ് ബാങ്ക് മാനേജർ നമ്മൾ ആ ഓർഗാനോഗ്രാമില് നമ്മൾ നോക്കിയേ, HOD കഴിഞ്ഞിട്ടാണ് ബ്ലഡ്
ക്വാളിറ്റി മാനേജർ വേറുണ്ട് അല്ലേ? ക്വാളിറ്റി മാനേജർ അത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ചീഫ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് ബാങ്കിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുക, ഹെഡായിട്ട് എല്ലാ കാര്യങ്ങളും നിന്ന് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. രണ്ടാമത്തെ ഇതാ നിങ്ങൾ ആ പോയിന്റ് ഔട്ട് തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ നോക്കിയാൽ രണ്ടാമത്തെ എന്താ പറഞ്ഞേ, she or she is the helm of the daily operation at the blood bank. അല്ലെ, ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും അവിടെ അതിനൊരു ഇൻചാർജ്, ഹെലം എന്ന് പറഞ്ഞ എന്താണ്, ഇൻചാർജ് ഉണ്ടായിരിക്കണം, ചാർജ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാ, ചെക്കിംഗ് എക്സ്പെൻസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി സർവീസസ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിലെ എന്ത് ചെയ്യണം, ഒരു ഇൻചാർജ് ഉള്ള വ്യക്തിയായിരിക്കണം ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. ഹി ഈസ് ദ ഹെലം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻ അറ്റ് ദ ബ്ലഡ് ബാങ്ക്. എന്തൊക്കെയാണ് ഓപ്പറേഷൻസ്? ചെക്കിംഗ് എക്സ്പെൻസ് ചെക്ക് ചെയ്യണം, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യണം, ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. ഇപ്പൊ നമ്മള് തേർഡ് പാർട്ടി സർവീസസ് അവരുമായിട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള് എല്ലാ ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാനേജറിന്റെ ഏറ്റവും വലിയ ഇതല്ലേ, എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അത് പഠിക്കുക. പിന്നെ അടുത്ത് നോക്കിയേ, തേർഡ് വൺ എന്താ പറഞ്ഞേക്കണേ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഫോർ പേഴ്സണൽ. അല്ലെ, അതിന് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഫോർ എന്തിനൊക്കെ? സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ്, അല്ലെ, ടാസ്ക് ഓഫ് ദ പേഴ്സണൽസ്. പിന്നെ ഹി ഓർ ഷീ സൂപ്പർവൈസസ് ആൻഡ് ലീഡ് ന്യൂലി ഹിയർഡ് സ്റ്റാഫ്. ഹിയർഡ് എന്ന് വെച്ചാൽ നിയമിക്കുക, പുതിയതായിട്ട് നിയമിച്ച സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ ലീഡ് ചെയ്യുക, അല്ലെ, ഓൺ ദ വർക്ക്. അദ്ദേഹത്തിന്റെ വർക്കില് ഓൺ ദ വർക്ക് they do and implement different. അത് കൂടാതെ സൂപ്പർവൈസ് ചെയ്യുക, അല്ലെ പുതിയതായിട്ട് നിയമിച്ച സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് കൂടാതെ ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. അവിടെ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെ, ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. പിന്നെ അവർക്ക് അതുപോലെ തന്നെ ട്രെയിനിങ് ആർഗ്യുമെന്റ്, അവിടെ ട്രെയിനിങ്ങുകളും നമുക്ക് കൊടുക്കാം. അതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഒരു എന്താണ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ്. അതിനകത്ത് തന്നെ 2 പോയിന്റ്സ് വരുന്നുണ്ട്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓർ പേഴ്സണൽ. ഹി ഓർ ഷീ സൂപ്പർവൈസസ് ആൻഡ് ലീഡ് ന്യൂലി ഹിയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക്. ദേ ഡു ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. അവിടെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതുപോലെ അതനുസരിച്ച് ട്രെയിനിങ്ങുകളും നൽകാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ്, he also oversees and assess the gross performance of the staff. അല്ലെ, ഓവർസീസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അദ്ദേഹം എന്ത് ചെയ്യണം, ഓൾസോ ഓവർസീസ്, അതായത് മേൽനോട്ടം വഹിക്കണം, അല്ലെ, അതുപോലെ തന്നെ അസസ് ചെയ്യണം, എല്ലാം വിലയിരുത്തം നടക്കണം. ഗ്രോസ് പെർഫോമൻസ് എന്ന് വെച്ചാൽ മൊത്തം ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫിന്റെ ആൻഡ് എൻഷുർ ദ ഫീൽഡ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർ. പിന്നെ എന്താ പറഞ്ഞത്, അടുത്തൊരു ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞേക്കണേ എന്താ, എൻഷുർ ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ്. ഫയലുകളും റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെ, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അതിനെയൊക്കെ ഒരു അസസ് ചെയ്യുക. പോയിന്റ് എന്താ പറഞ്ഞേ, he also oversees and assess the gross performance of the staff and ensure that files and records are updated and properly stored. പ്രോപ്പർ ആയിട്ട് അത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി മേൽനോട്ടം വഹിക്കണം. ഇനി നെക്സ്റ്റ് ആണ്, ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്. അടുത്തൊരു ഫംഗ്ഷൻ എന്താ, അപ്പാർട്ട് ഫ്രം ദ, ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ആ ഒരു മാനേജ്മെന്റിന് പുറമെ, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ
ബ്ലഡ് ബാങ്ക് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. ആ ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ ആ മാനേജ്മെന്റിന് പുറമെ ദ ബ്ലഡ് ബാങ്ക് മാനേജർ ഓൾസോ അദ്ദേഹത്തിന് ഒരു വേറൊരു റെസ്പോൺസിബിലിറ്റിയാ പറഞ്ഞേക്കുന്നത്. റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. അദ്ദേഹത്തിന് പ്രോഗ്രാംസുകളും ഡെവലപ്പ് ചെയ്യാനുള്ള ഇതും കൂടി വേണം. ബ്ലഡ് ബാങ്ക് മാനേജർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ. അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ളത്. സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് ഡൊണേഷൻ മന്ത് ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും അവർക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറിന് റെസ്പോൺസിബിലിറ്റി ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. Okay, apart from the management of blood bank staff, the blood bank manager is also responsible for developing center programs. എന്തൊക്കെയാ? such as blood donation month. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എന്താ ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞേ ഏത് മന്താണ്? ജനുവരി ആണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതൊന്ന് റീഡ് ചെയ്ത് നോക്കിയേ നിങ്ങളൊന്ന്. എന്തൊക്കെയാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് എന്താണ് അതിന്റെ മാർക്കിന് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് എഴുതുക, അല്ല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ്, പിന്നെ he or she is at the helm of the daily operation at the blood bank. എല്ലാ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യണം? എല്ലാം ഇൻചാർജ് ഉള്ള വ്യക്തിയായിരിക്കണം. പിന്നെ അതുപോലെ എല്ലാത്തിന്റെയും എന്താ ട്രെയിനിങ്ങുകൾ, കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ് അങ്ങനെയുള്ളതിനെയൊക്കെ സെലക്ട് ചെയ്യാനും ട്രെയിനിങ് നടത്താനും ഗൈഡിങ് ഒക്കെ കൊടുക്കണം. ഗൈഡിങ് ടാസ്ക് ഫോർ പേഴ്സണൽസ്. പിന്നെ സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെയുള്ള ഒരു പോയിന്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. അതിനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പുതിയ പുതിയ റൂൾസുകൾ, റെഗുലേഷൻസിനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിവുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക. പിന്നെ he also oversees and assess the gross performance of the staff and ensure the files and records are. പിന്നെ അടുത്ത ഇത് പറയുന്ന ഫയൽസ് റെക്കോർഡ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി സ്റ്റോർ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ഫയലുകളൊക്കെ. പിന്നെ അടുത്താണ് അതിന്റെ ഒപ്പം തന്നെ അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജറിന് അവിടെ സെന്റർ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അദ്ദേഹം. അതായത് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാംസുകൾ. അപ്പൊ അന്നേരം ആ സമയത്ത് എന്തൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, പോയിന്റ്സ് ഒക്കെ നമുക്ക് അതുമായിട്ട് പഠിക്കാം. നമ്മളെ ആന്റിബോഡി എന്തിനു വേണ്ടിയാ വെച്ചത്? അത് ആന്റിബോഡി അല്ലേ? അത് ഞാൻ നോട്ടായിട്ട് നിങ്ങൾക്ക് തന്നായിരുന്നല്ലോ. വാട്ട് ഈസ് ആന്റിജൻ? ആന്റിബോഡി തന്നില്ലേ? എഴുതിയെടുത്തിട്ടില്ലേ? പറയാ ഞാൻ. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. അല്ല, റിസീവ് ചെയ്യുമ്പോഴാണോ ആന്റിബോഡി നോക്കുക, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണോ? ആന്റിബോഡിയാ. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ബ്ലഡ് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ ആന്റിബോഡി അല്ല, നമ്മൾ ആന്റിജനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ആന്റിജനാണ് രണ്ടും നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് ബ്ലഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു കണ്ടീഷൻ. ഏത് ആന്റിജനാണോ നമുക്കുള്ളത് ആ ആന്റിജൻ ഉള്ളവർക്ക് മാത്രം ബ്ലഡ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് റിസീവ് ചെയ്യുമ്പോഴത്തെ കാര്യം പറഞ്ഞത്.
അതായത് നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രം റിസീവ് ചെയ്യുക. പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും റിസീവ് ചെയ്യുക, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും റിസീവ് ചെയ്യുക. അങ്ങനെ രണ്ട് ചാൻസ്. അല്ല, ആന്റിബോഡിന്റെ കാര്യം എന്തിനാണ് അതിന്റെ ഇടക്ക് പറഞ്ഞത് എന്നാ മനസ്സിലാവാത്തത്. ആന്റിബോഡി എന്തിനു വേണ്ടിയാ നോക്കാം? അത് നമ്മ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഇതിനെതിരായിട്ടും പ്രതിരോധിക്കുന്ന ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ആന്റിജൻ മാത്രമല്ലല്ലോ. അപ്പൊ നമ്മുടെ ശരീരം അതെന്ന് പറഞ്ഞ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ആന്റിബോഡി ഇല്ലാത്തത് നോക്കി കൊടുക്കും വാങ്ങാൻ ചെയ്യണം അല്ലേ? നമ്മളിപ്പോ രണ്ട് ഇതല്ലേ പറഞ്ഞത്. ആ ടേബിളിൽ നിന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ഡൊണേറ്റ് ചെയ്യുമ്പോൾ കാര്യവും റിസീവ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് രണ്ടില് ഒന്നാമത്തെ നമ്മൾ അത് റിസീവ് ചെയ്യുമ്പോഴോ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഒരാൾക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആന്റിജൻ ആ ഒരു ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. ഓരോരുത്തർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഗ്രൂപ്പ് ഏതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആർക്കൊക്കെ കൊടുക്കാം? എന്റെ ആന്റിജൻ ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ആന്റിജൻ എ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ നോക്കാം, എ ബി കാർഡിലും ആന്റിജൻ എ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാന്ന് പറഞ്ഞു. ആ ഒരു ഇത് മാത്രമേ നമ്മുടെ മുന്നിൽ വരുന്നുള്ളൂ. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രം ബ്ലഡ് കൊടുക്കാം. ഇനി ഒരാളിൽ നിന്ന് നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും റിസീവ് ചെയ്യാം, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡിൽ നിന്നും റിസീവ് ചെയ്യാം. രണ്ട് ചാൻസ് ആണ് ആ ടേബിളിൽ നിന്ന് പറഞ്ഞോളൂ. അതിൽ നിന്ന് ചോദിക്കാനാണ്. ഞാനിതിപ്പോ എക്സ്ട്രാ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് ടൈപ്പിംഗ് പറഞ്ഞപ്പോ ഞാനത് ടേബിളാക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ തന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാമിന് അല്ലെങ്കിൽ പോലും നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കണമല്ലോ നമുക്ക് എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്, അതിനകത്ത് ഓരോന്നും ആന്റിജൻ ഏതൊക്കെയാണ്, ആന്റിബോഡി ഏതൊക്കെയാണ്, ആരിൽ നിന്നൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആർക്കൊക്കെ ആരിൽ നിന്നൊക്കെ നമുക്ക് റിസീവ് ചെയ്യാം, ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ ടേബിൾ നിങ്ങൾക്ക് എഴുതിയത് കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? അല്ലേ? ആ ജസ്റ്റ് ആ ടേബിൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഇനിയിപ്പോ ഇത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും ഇത് ആണെങ്കിൽ നമുക്കത് നോക്കാം. എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് അറിയില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ ഈ ടെക്സ്റ്റില് ഇല്ലാത്ത ഒരു ഇത് ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നു എന്നുള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ അതിനകത്ത്. ഇനി ലാസ്റ്റ് ഒരു ഇച്ചിരി കൂടി ഉള്ളൂ. അത് 5 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അത് ഞാൻ നോട്ട് തന്നിട്ടുണ്ടല്ലോ. ആന്റിജൻ എന്ന് പറഞ്ഞ എന്താണ്? രോഗപ്രതിരോധത്തെ, പ്രതികരണ പ്രവർത്തനങ്ങളെ അവരെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റിജൻ എന്ന് പറഞ്ഞ. ആന്റിജൻ ഈസ് എ ഫോറിൻ സബ്സ്റ്റൻസ് വിച്ച് ഇൻഡ്യൂസ് ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ദ ബോഡി. അത് ഞാൻ രണ്ടും തന്നായിരുന്നു നിങ്ങൾക്കത്. ആന്റിജനും ആന്റിബോഡി എന്താണെന്ന്. അത് വേണോ? ഇനി ഒന്നുകൂടെ വേണോ? ഓക്കെ, എന്നാ അതും കൂടി എഴുതി വെച്ചോ. ആന്റിജൻ is a foreign substance, is a foreign, F-O-R-E-I-G-N, foreign substance which induce I-N-D-U-C-E-S, induce and immune response, immune, I-M-M-U-N-E, immune response in the body, immune response in the body. ഇതാണ് ആന്റിജൻ. അതായത് രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നവരാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. ആന്റിബോഡി ആൻഡ് ആന്റിബോഡി ഈസ് എ പ്രോട്ടീൻ. An antibody is a protein produced by our immune system. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ആന്റിബോഡി എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ our immune system, I-M-M-U-N-E, immune system to attack
and fight, FIGHT, and fight of these ആന്റിജൻ. ആന്റിജൻസിനെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം ടു അറ്റാക്ക് ആൻഡ് ഫൈറ്റ്, FIGHT, ഫൈറ്റ് ഓഫ് OFF, ദീസ് ആന്റിജൻസ്. ആന്റിജൻസിന്, അതാണ് ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നതിന് നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളാണ്, പ്രോട്ടീനാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ആന്റിജനും ആന്റിബോഡിയും. അത് വാട്ട് ഈസ് ആന്റിജൻ, ആന്റിബോഡി എന്നൊന്നും ചോദിക്കുകയൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് മനസ്സിലാവാൻ വേണ്ടി എന്താ നമുക്ക് എന്താണ് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതിനകത്ത് ലാസ്റ്റ് ആണ്, ആ ക്വസ്റ്റ്യനും കൂടി ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ്, വാട്ട് ആർ ദ തിങ്സ്, what are the things ensured, ENSURED, what are the things ensured by the hospital administration, what are the things ensured by the hospital administration in blood bank? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ബ്ലഡ് ബാങ്ക്. ക്വസ്റ്റ്യൻ എന്താ, മീനിങ് എന്താ, എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ കേസിലാണ് കേട്ടോ. ബ്ലഡ് ബാങ്കില് അതാണ് പ്രത്യേകം ഇൻ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ബ്ലഡ് ബാങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കില്? എത്ര പോയിന്റ്സ് ഉണ്ടായിരുന്നു? 5 പോയിന്റ് ഉള്ളൂ അല്ലെ? എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ആ ഇത് നമ്മൾ പറഞ്ഞില്ലേ, എന്തൊക്കെ കാര്യങ്ങൾ, ആ പ്രോട്ടോകോളുകൾ പറഞ്ഞില്ലേ, അതെല്ലാം പാലിക്കുക. ഇതാണ് ഒന്നാമത്തെ ഇത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. പിന്നെ അടുത്ത, വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക, ഫോമുകൾ പരിശോധിക്കുക. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഫോമുകളൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുക. പിന്നെ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക അല്ലെ? കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക, ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ, അത് ചുമ്മാ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ, ക്വാളിഫൈ ആയിട്ടുള്ളത്, അതിന് ക്വാളിഫിക്കേഷൻ ഉള്ള, അതുപോലെ തന്നെ നല്ല ട്രെയിൻ കൊടുത്തിട്ടുള്ള ആള് വേണം ഡിപ്പാർട്ട്മെന്റിന് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. പിന്നെ അടുത്ത എന്താണ്? മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുക. മേക്ക് അറേഞ്ച്മെന്റ് ഓഫ് മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ തർക്കങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനും വേണ്ടിയിട്ട്, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനെ പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ട് മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുക. ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി, അതിന് മുന്നിലുള്ള നിലവിലുള്ള നയങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, പരിശോധിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻ ബ്ലഡ് ബാങ്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. വാട്ട് ആർ ദ തിങ്സ് എൻഷുർഡ് ബൈ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ബ്ലഡ് ബാങ്ക്? അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അതിനകത്ത് 5 പോയിന്റ് ഔട്ട് ചെയ്ത് 5 പോയിന്റ്സും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ റിവൈസ് ചെയ്തത്, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ്. അതിനകത്തുനിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. അപ്പൊ ഇതെല്ലാവരും ഒന്നോടെ റിവിഷൻ ചെയ്യുമ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള ഒരു അവസരമാണ്. പിന്നെ മനസ്സിലാത്തവർക്ക് ഒന്നോടെ അത് കേൾക്കാനും മനസ്സിലാക്കാനും കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് എടുക്കുക. പഠിച്ചവരോ ഒന്നോടെ റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ ഒപ്പം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, നമുക്കിങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഇപ്പൊ നമ്മുടെ ചാപ്റ്ററുകൾ 2-3 ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ റിവിഷൻസ് ഒക്കെ വെക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.